ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ അനാലിസിസ് 2ൻ്റെ മോഡ്യൂൾ 3 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ മെട്രിക്സ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ മെട്രിക്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സ്ട്രക്ചർ അനാലിസിസിന് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഒന്നുകിൽ ഒരു ഐട്രേഷൻ മെത്തേഡ്, ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും ദിവസം നമ്മൾ സ്ട്രക്ചർ അനാലിസിസിൽ ഓരോരോ അനാലിസിസ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ ഇനി നമ്മൾ മെട്രിക്സ് മെത്തേഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, മെട്രിക്സിൻ്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് ചെയ്യുന്നു. മെട്രിക്സിൻ്റെ രൂപത്തിലെന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ABCD, അതായത് കുറേ എന്താണ് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറേ നമ്പേഴ്സിനെ നമ്മളിങ്ങനെ കുറേ റോസും കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലോഡ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മോഡ്യൂൾ 3 പഠിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ എടുക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻഡിലോ ബീമാണ്, അതിലൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ സമയത്ത് അതിനെന്തുണ്ടാവും, കുറേ ചേഞ്ചസ് ഉണ്ടാവും. ഒന്നുകിൽ അതിന് വെർട്ടിക്കലി ഡിഫ്ലക്ഷൻ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ലോപ്പോ ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ ലോഡിന് ഒരു യൂണിറ്റ് ലോഡ് കാരണം അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു W എന്നുള്ളൊരു ലോഡാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് അധികം ആവശ്യമുള്ളതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 3 മെട്രിക്സ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോഴ്സ് മെത്തേഡ്, അതല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്, ആൻഡ് അനദർ വൺ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡാണ്. ഓക്കെ, 2 മെത്തേഡ്സ്, ഫോഴ്സ് മെത്തേഡ് ഓർ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓർ സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ നമ്മുടെ ഈ മോഡ്യൂൾ 3 മുഴുവനെന്ന് പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി മെത്തേഡാണ്. മോഡ്യൂൾ 4 നിങ്ങൾക്ക് ഈ സ്റ്റിഫ്നെസ് മെത്തേഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2 ടേംസ് നമ്മളിവിടെ കണ്ടല്ലേ, എന്താണ് ഫ്ലെക്സിബിലിറ്റി, എന്താണ് സ്റ്റിഫ്നെസ്, ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് നോക്കാം എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെൻ എ യൂണിറ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഞാൻ എൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് ഒരു യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുന്നു. യൂണിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 1 kN ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് 1 Nm മൊമെൻറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. എന്തോ ആയിക്കോട്ടെ, യൂണിറ്റാണ്, അവിടെ 1 എന്ന് പറയുന്ന നമ്പറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു യൂണിറ്റ് ഫോഴ്സ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ നിന്നും യൂണിറ്റ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പം ഞാൻ അവിടെ ഒരു 5 kN അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചുകൂടെ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം പഠിക്കുക, ഫ്ലെക്സിബിലിറ്റിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് അവിടെ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് നോക്കാം. സപ്പോസ് ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ക്യാൻഡിലോ ബീമാണ്. ഓക്കെ, ഈ ക്യാൻഡിലോ ബീമിൽ അതിൻ്റെ ഫ്രീ എൻഡിലായിട്ട് P എന്നുള്ള ഒരു ലോഡ്, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കാരണം എന്ത് ചെയ്യും, നമ്മൾ ഏതൊരു സ്ട്രക്ചറിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിന് ഡിഫോർമേഷൻ സംഭവിക്കും. ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവാൻ കാരണമായി. അപ്പോൾ ആ ഇൻക്രീസിങ് ലെങ്ത് അതിനെ നമുക്ക് ΔL എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇൻക്രീസിങ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്, ΔL ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മളിവിടെ ഫ്ലെക്സിബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്താ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെൻ എ യൂണിറ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അതായത് ഈ P എന്ന് പറയുന്നത് യൂണിറ്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് വിളിക്കാം, ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അതായത് P എന്ന് പറയുന്നത് ഒരു 1 kN ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ΔL എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ എൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു സ്ട്രക്ചറിനേക്ക് ഞാൻ ആദ്യം ഒരു 5 kN ആണ് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ΔL1 കിട്ടിയെന്ന് വെച്ചോ. ഇനി ഞാൻ അടുത്തൊരു 10 kN അപ്ലൈ ചെയ്തു, അന്നേരം എനിക്ക് കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് ΔL2 ആണ്. സ്വാഭാവികമായും ΔL1 ഗ്രേറ്റർ ദാൻ ΔL2 ആയിരിക്കത്തില്ലേ? കാരണം എന്താണ്, ഇവിടെ ലോഡ് 10 kN ആണ്. ΔL2 യൂസ് ചെയ്തപ്പോൾ ലോഡ് എന്ന് പറഞ്ഞാൽ 10 kN ആണ്. ΔL1 ലോഡ് 5 kN ആണ്. അതായത് ഞാൻ എൻ്റെ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും കൂടുന്നുണ്ട്. ആണല്ലോ. സോ എനിക്ക് എങ്ങനെ എഴുതാം, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നു. അപ്പോൾ ദേ ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ ഈ ഫോഴ്സിനെ ഞാൻ എൻ്റെ ആക്ഷനായിട്ട് എടുക്കുവാണ്. അതായത്
ഞാനിവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യാമെന്ന് തോന്നി, ഞാൻ കൊടുക്കുന്ന ഒരു ആക്ഷൻ അല്ലേ അത് ലോഡെന്ന് പറഞ്ഞാൽ. സോ ഈ ലോഡെന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമാണോ ആവുന്നത്? അല്ല. അവിടെ ലോഡെന്ന് പറയുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് വരാം, ഹൊറിസോണ്ടൽ ഫോഴ്സ് വരാം, അല്ലെങ്കിൽ മൊമെൻറ്റ് വരാം. എന്തെങ്കിലും ഒരു ലോഡ് എക്സ്റ്റേണലായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ ഞാൻ ഈ ഒരു ബീമിൽ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ഡീഫോർമേഷൻ സംഭവിച്ചത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് ചെയ്യും, മാറുന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെ ആവാം, ലോഡാവാം, എനി കൈൻഡ് ഓഫ് ലോഡ് ആൻഡ് എനി കൈൻഡ് ഓഫ് മൊമെൻറ്റ്. ഓക്കെ, എന്ത് മൊമെൻറ്റ് വേണമെങ്കിലും ആവാം. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാമല്ലോ. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു ലോഡ് കൂടുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഡി പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതി. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു, അതാണ് എഫ് ഇൻറ്റു എ എന്ന് എഴുതി. ഈ എഫിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെന്ത് വിളിക്കും, ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഫ്ലെക്സിബിലിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു യൂണിറ്റ് ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എഫ്, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് അതിനൊരു ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ലോഡാവാം, മൊമെൻ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് സ്റ്റിഫ്നെസ് നമുക്ക് നോക്കാം. സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് റിക്വയർഡ് ഫോർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിന് എത്ര ഫോഴ്സ് വേണം, അതാണ് സ്റ്റിഫ്നെസ്. നേരത്തെ നമ്മൾ ഫ്ലെക്സിബിലിറ്റിക്ക് എന്തായിരുന്നു പറഞ്ഞത്, ഫ്ലെക്സിബിലിറ്റിക്ക് ഇവിടെ പറഞ്ഞാൽ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്ലോപ്പ് ഉണ്ടാവാം, അതുപോലെ തന്നെ എന്താണ് ഡിഫ്ലക്ഷനും ഉണ്ടാവും അല്ലേ. സ്ലോപ്പോ ഡിഫ്ലക്ഷനോ എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടുന്നത്. അതേസമയം സ്റ്റിഫ്നെസ്സിൽ എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഫോഴ്സ്, അതാണെന്തെന്ന് പറഞ്ഞ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞത്. അതായത് ഞാനിവിടെ ഒരു കെ എന്നുള്ള ഒരു ലോഡാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ആ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടായത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഞാൻ എത്ര ഫോഴ്സാണ് കൊടുത്തത്, കെ എന്ന് പറഞ്ഞ ഫോഴ്സാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ കെയെ വിളിക്കുന്ന പേരാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ എന്താണ് സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കണം. ഓക്കെ, എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് ആണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു സ്ട്രക്ചർ കൺസിഡർ ചെയ്യുക. അതെന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് 1 എൻഡ്, ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതർ എൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു കാൻഡിലിവർ ബീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, അതിലേക്കൊരു ആക്സിയൽ പുൾ പി കൊടുത്തിട്ടുണ്ട് അറ്റ് ഫ്രീ എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആക്സിയൽ പുള്ള് പി കൊടുക്കണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആക്സിയൽ പുൾ പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ കൊടുക്കുന്നത്, അതോ ഇങ്ങനെയാണോ കൊടുക്കുന്നത്, അതോ ഇങ്ങനെയാണോ കൊടുക്കുന്നത്, അതോ ഇങ്ങനെയാണോ കൊടുക്കുന്നത്? ആക്സിയൽ പുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഞാനിപ്പോൾ ഒരു സ്ട്രക്ചർ എടുത്താൽ അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പം ഈ ആക്സിസിന് അലോങ് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ അതിനെ ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി പുൾ എന്നാണ് പറയുന്നത്. പുൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ വലിക്കുക അല്ലേ. അപ്പോൾ വലിക്കുക എന്ന് പറയുമ്പോൾ പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ വരും, നമുക്കിവിടെ വരുന്നത് ഇങ്ങനൊരു പി എന്നുള്ള ലോഡ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്തു. അതിൻ്റെ ഫ്രീ എൻഡിലായിട്ട് നമ്മളൊരു പി എന്നുള്ളൊരു പുള്ള് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടു, ഒരു ലോഡ് കൊടുത്ത് എന്ത് ചെയ്യും, അവിടെ ഡീഫോർമേഷൻ സംഭവിക്കും. ഇവിടെ ഇപ്പോൾ ആക്സിലി പുള്ള് ചെയ്യുവാണ്. പുള്ള് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, നമ്മൾ പുള്ള് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലെങ്ത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പുഷ് ചെയ്യുന്ന സമയത്തോ ലെങ്ത് ഡിക്രീസ് ആവും. ഇവിടെ ഇപ്പോൾ പുള്ളാന്ന് പറഞ്ഞിരുന്നു, സോ ലെങ്ത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ലെങ്ത് ഇൻക്രീസ് ചെയ്തത്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ. ഓക്കെ, ഡെൽറ്റ എല്ലാണ് ഇവിടുത്തെ ലെങ്ത് ഇൻക്രീസ്ഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ അത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ബീമിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് എ എന്ന് പറയുന്നത്. ഈ എൻ സ്മോളസ് എൽ ലെങ്ത് ഓഫ് ദ സ്ട്രക്ചർ, ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് എത്രയെന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയുന്നത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേഞ്ചിങ് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാമല്ലോ. നമ്മൾ മോസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു എന്താണ്, ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരുന്നു. നമ്മളതിന് കൂടുതൽ ഇൻഡെപ്തിൽ പോയി കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു അറ്റ് ഇക്വിലിബ്രിയം റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡിന് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രെസ് അറിയാം. നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു
ചേഞ്ചിങ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇവിടെ ചേഞ്ചിങ് ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എൽ ആണ്. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി അറിയാം. ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എന്താണ്? ഇ യെങ്സ് മോഡുലസ്. യെങ്സ് മോഡുലസ് എന്ന് എന്താണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഞാൻ സ്ട്രെസ് എത്രയാണ് എൻ്റെത്? പി ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡെൽറ്റ എൽ ബൈ എൽ. സോ നമുക്കിവിടെ നിന്ന് എഴുതാം പി എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതാം. ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ എന്തുമായി കണ്ടുപിടിക്കുന്നത്? സ്റ്റിഫ്നെസ്സും ഫ്ലെക്സിബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലും ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ഫ്ലെക്സിബിലിറ്റി. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ലോഡ് എത്രയാണ്, ഫോഴ്സ് എത്രയാണ്, അതാണ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് വന്നേക്കുന്നത് എന്താണ്? ആ സ്റ്റിഫ്നെസ്സും ലോഡും എന്ന് പറയുന്ന രണ്ട് ടേംസാണ് അല്ലേ. സ്റ്റിഫ്നെസ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റും ലോഡും എന്ന് പറയുന്ന രണ്ട് ടേംസാണ്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് ഡെൽറ്റ എൽ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എല്ലിൻ്റെ ടേംസിൽ നമുക്ക് ഈ ഇക്വേഷൻ മാറ്റാം. ദാറ്റ് ഈസ് പി എൽ ഡിവൈഡഡ് ബൈ എ ഇ. ഈ ഇക്വേഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മോസ്റ്റ്ലി നിങ്ങൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി ഫ്ലെക്സിബിലിറ്റിയുടെയും സ്റ്റിഫ്നെസ്സിൻ്റെയും റിലേഷൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുവാണ് സ്റ്റിഫ്നെസ്സിൻ്റെ കഥ എടുക്കുവാണ്. സ്റ്റിഫ്നെസ്സിൽ എന്താ പറഞ്ഞത്? നമ്മുടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൽ, അതായത് ഡെൽറ്റ എൽ 1 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? കുറച്ച് നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ഡിവൈഡഡ് ബൈ എ ഇ. അതായിരുന്നു നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിനെ ഞാൻ ഇതിലോട്ട് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്റ്റിഫ്നെസ്സിൻ്റെ കേസിൽ വരുമ്പോൾ ഡെൽറ്റ എൽ എത്രയാണ്? 1 ആണ്. ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ എത്രയായി? കെ ആയി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് സ്റ്റിഫ്നെസ് കെ എഴുതാമല്ലോ. കെ എന്തെഴുതാം? കെ ഈസ് ഈക്വൽ ടു എ ഇ ബൈ എൽ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ കിട്ടി എന്താണ്? എ ഇ ബൈ എൽ. ഇനി ഞാൻ അടുത്ത് എന്തോ ഫ്ലെക്സിബിലിറ്റിയുടെ കഥയിലോട്ട് പോവുകയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ, അതായത് പി ഈക്വൽ ടു 1 ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു ഇക്വേഷൻ എടുത്ത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു പി 1 ആയി എൽ ഡിവൈഡഡ് ബൈ എ ഇ എന്ന് എഴുതാമല്ലോ. നമുക്ക് ഫ്ലെക്സിബിലിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ നോക്കിയേ, കെ ഈസ് ഈക്വൽ ടു എ ഇ ബൈ എല്ലും എഫ് ഇസ് ഈക്വൽ ടു എൽ ബൈ എയും. ഇത് രണ്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഞാനിപ്പോൾ കെ ഇൻറ്റു എഫ് എടുക്കുവാണ്. കെ ഇൻറ്റു എഫ്, അത് സ്റ്റിഫ്നെസ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു, അപ്പോൾ കെ എന്ന് പറയുന്നതാണ് എ ഇ ബൈ എൽ ആണ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എൽ ബൈ എ ഇ ആണ്. ആൻസർ എന്ത് വരും? 1 വരും. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ദാറ്റ് ഈസ് സ്റ്റിഫ്നെസ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, എന്താണ്? സ്റ്റിഫ്നെസ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി ഈസ് ഈക്വൽ ടു 1. ഇതിനെ നമുക്ക് മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതുവാണെങ്കിൽ സ്റ്റിഫ്നെസ് മെട്രിക്സിനെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 അല്ല, നമുക്ക് കിട്ടുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഐ എന്ന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഈ മെട്രിക്സിനെ പറ്റിയുള്ള ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എന്താണ് ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു 2x2 ഓർഡറിലുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഞാൻ എഴുതുമെന്ന് വെച്ചാൽ എങ്ങനെ വരും? 1 0 0 1. അതായത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്, ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്നുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ആണ്. അതൊരു പോയിൻ്റാണ് കേട്ടോ, മറക്കരുത്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. ഇനി ഒരു 3x3 മെട്രിക്സ് എഴുതുവാണെങ്കിൽ എന്ത് വരും? 3x3 ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1, ബാക്കിയെല്ലാം 0. അപ്പോൾ ഇതാണെന്ന് ഒരു 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് മാത്സിൻ്റെയൊക്കെ എന്താണ് ബേസിക്സ് വേണം, എന്നാലും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ നമുക്ക് മെയിനായിട്ട് ഫ്ലെക്സിബിലിറ്റി മെത്തേഡിന് നമുക്ക്
മറ്റ് പേരുകളെന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോമ്പാക്റ്റബിലിറ്റി എന്നും പറയാം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ എന്നും പറയാം. മെത്തേഡ് ഓഫ് കോമ്പാക്റ്റബിലിറ്റി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ. നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിന് 2 ഡിവിഷൻസാണുള്ളത്, കൺസിസ്റ്റിംഗ് ഓഫ് 2 ഡിവിഷൻസ്. ഒന്നെന്ന് പറയുന്നത് ഒരു സിസ്റ്റം അപ്രോച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്രോച്ചുണ്ട്, പിന്നെ ഒന്ന് എലമെൻ്റൽ അപ്രോച്ചും ഉണ്ട്. ഓക്കെ, സിസ്റ്റം അപ്രോച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്രോച്ചാണ് നമുക്ക് സിലബസിൽ എടുത്ത് പറയുന്നത്. പക്ഷേ അത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഈ എലമെൻ്റൽ അപ്രോച്ച് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എലമെൻ്റൽ അപ്രോച്ചിൽ നിന്നാണ്, എലമെൻ്റ് അപ്രോച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ എലമെൻ്റ് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കാം. എലമെൻ്റ് അപ്രോച്ച്, ദ സ്ട്രക്ചർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു എലമെൻറ്റ്സ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതുപോലത്തെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കാൻഡിലോ ബീം എടുത്തിട്ടുണ്ട്. അതിലൊരു വെർട്ടിക്കൽ ഫോഴ്സ് വിയും ഹൊറിസോണ്ടൽ ഫോഴ്സ് പിയും അതുപോലെ തന്നെ ഒരു മൊമെൻറ്റ് എമ്മും ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നതാണ് ദ സ്ട്രക്ചർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ സ്ട്രക്ചറിനെ എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ അറ്റ് എ ടൈം ആ ഒരു സ്ട്രക്ചറിൽ ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. അതായത് ഇവിടെ ഇപ്പോൾ 3 എണ്ണം ഉണ്ടല്ലേ, വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, വി പി എം, ഇങ്ങനെ 3 ഫോഴ്സസ് ഉണ്ട്. ഒരു വെർട്ടിക്കൽ ഫോഴ്സ്, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഒരു മൊമെൻറ്റ്. അപ്പം ഞാൻ എന്തെന്നു അതിൻ്റെ എലമെൻറ്റ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുന്നു. ഈ വെർട്ടിക്കൽ ഫോഴ്സ് തന്നെ ഫസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം ബാക്കി നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, എമ്മും പിയും അല്ലേ. അപ്പം അതിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സ് കാരണം ഈ എമ്മിൻ്റെയും പിയുടെയും ഡയറക്ഷനിലും അതുപോലെ തന്നെ വിയുടെ ഡയറക്ഷനിലും ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു. അതായത് വിയുടെ ഡയറക്ഷനിൽ എന്തോ ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. എമ്മിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവും, തീറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടെ വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ഇല്ല, അത് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഒരു എലമെൻ്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ഫോഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഏതാണ് എടുക്കണം, ഞാൻ മൊമെൻ്റ് എടുത്തു എന്ന് വെച്ചോ. ഈ മൊമെൻ്റ് കാരണം ഇവിടെ വെർട്ടിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, അതായത് വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. സോറി. ഓക്കെ, ഇനി ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ നമ്മളടുത്ത് എന്ത് ചെയ്തു, മൊമെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു. മൊമെൻ്റ് എടുക്കുമ്പോൾ ഈ മൊമെൻ്റ് കാരണം ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ ഓൾറെഡി ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. സോ വെർട്ടിക്കലി എന്താണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെയാണ് ഡിസ്പ്ലേസ് ആകുന്നത്. സോ വെർട്ടിക്കൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഈ മൊമെൻ്റ് കാരണം ഇവിടെ ഒരു ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ ഈ മൊമെൻ്റ് കാരണം ഈ പിയുടെ ഡയറക്ഷനിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അത് ഇവിടെയും 0 ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പി എന്നുള്ള ലോഡ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ആ പി എന്നുള്ള ലോഡ് കാരണം വെർട്ടിക്കൽ ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ നോക്കുക, ഉണ്ടാവോ, ഇല്ല. അപ്പോൾ വിയുടെ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. എമ്മിൻ്റെ ഡയറക്ഷനിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എമ്മിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഇവിടെ ആക്സിയലായിട്ടാണ് പി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി പിയുടെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ഒരു ഡെൽറ്റ എൽ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ 3 ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്തു അല്ലേ, 3 ആക്ഷൻസ് ആണ് ആ ഒരു സ്ട്രക്ചറിലേക്ക് വന്നത്. ആ 3 ആക്ഷൻസും നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വലി ഓരോ എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ആ 3 ഫോഴ്സസും 3 രീതിയിൽ, അതായത് വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കലും ആംഗിൾ തീറ്റയും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ഞാൻ ഹൊറിസോണ്ടൽ ഫോഴ്സാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനും അവിടെ ഉണ്ടാകുന്ന തീറ്റ ആംഗിൾ സ്ലോപ്പ് എത്രയാണ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് നമുക്ക് കൂടുതൽ ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ട്രക്ചറിനെ അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഓരോരോ ഫോഴ്സ് മാത്രമായിട്ട് അതിൽ ആക്ട് ചെയ്യുന്നു നമ്മൾ സങ്കല്പിച്ചിട്ട് ഓരോന്നായിട്ട് എടുത്ത് ചെയ്യുന്നതിനാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സ്പാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ 2-3 എന്താണ് കണ്ടിന്യൂസ് ബീമൊക്കെ വരുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, സ്ട്രക്ചറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ നിന്നുമാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ് അപ്രോച്ച് വെച്ചിട്ടാണോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഡിറൈവ് ദ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദ കാൻഡിലൂർ ബീം ഷോൺ ഇൻ ഫിഗർ. ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്നത് ഈ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന എലമെൻറ്റ് അപ്രോച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് വിയും ഒരു മൊമെൻ്റ് എം ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പിയും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ ലെങ്താണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇനി അടുത്തെന്താണ്, നമ്മൾ ആദ്യം ആൻസറിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കേസ് എടുക്കുന്നു. കൺസിഡർ വെർട്ടിക്കൽ ഫോഴ്സ് വി. ഞാൻ നേരത്തെ പറഞ്ഞു എലമെൻ്റൽ അനാലിസിസ് ആണ്. സോ നമ്മൾ ഓരോ എലമെൻ്റായിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം ഈ ഒരു ബീമിൻ്റെ വി എന്നുള്ള വെർട്ടിക്കൽ ഫോഴ്സ് മാത്രം ഞാൻ എടുത്തു. അതിനെ മാത്രം ഈ ബീമിനെ ഞാൻ എടുത്ത് വരയ്ക്കുവാണ് കേട്ടോ. ഇവിടെ അതേ ബീമിന് ഞാൻ എടുത്ത് വരച്ചു. അതിൽ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് വി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ആവും. ഈ ഡിഫ്ലക്റ്റ് ആവുന്ന സമയത്ത് ഇതാണ് എ ബി എന്ന് പറഞ്ഞാൽ എൻ്റെ ബി. ഓക്കെ, ഇങ്ങനെ ഡിഫ്ലക്റ്റ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ വി എന്നുള്ള ഫോഴ്സ് കാരണം അവിടെ തന്നെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഞാൻ ഡെൽറ്റ വി എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് അതെന്ന് പറഞ്ഞ് ഡെൽറ്റ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. ഞാൻ ഇവിടെ എഴുതാൻ കാരണം എന്താ, നമ്മൾ കാൻഡിലോ ബീമിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ ഡെൽറ്റ തീറ്റ ഇവിടെ എടുത്താലും രണ്ടും സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ തീറ്റ എന്നുള്ള ഒരു സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ഹൊറിസോണ്ടലായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് കാരണം എന്താണ്, ഇവിടെ പി എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ടല്ലേ, അത് കാരണം അവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ, ഇല്ല, അത് 0 ആണ്. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ ഡെൽറ്റ വി വണ്ണും ഡെൽറ്റ തീറ്റ വണ്ണും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയുവാണ്, വി എന്നുള്ള വെർട്ടിക്കൽ ഫോഴ്സ് കൺസിഡർ ചെയ്തു. ആ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം ആ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അത് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ഒരു മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം. സോ ഈ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് കണ്ടുപിടിക്കണം, ഡെൽറ്റ തീറ്റ 1. ഇനി ഈ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് പി എത്രയാവും, ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവും. ഓക്കെ, ഇനി എല്ലായ്പ്പോഴും ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു പ്രൊസീജിയർ, നിങ്ങളെ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ M/EI ഡയഗ്രാം വരയ്ക്കുക. എം എന്ന് പറയുന്നതാണ് മൊമെൻ്റ്, ബൈ EI ഡയഗ്രാം വരയ്ക്കണം. മൊമെൻ്റ് ബൈ EI ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും, ഈ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് ധാരണ വേണം കേട്ടോ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ ആണെന്ന് തോന്നുന്നു നമ്മൾ കൂടുതൽ. പിന്നെ അതേപോലെ സ്ട്രക്ചർ അനാലിസിസിൻ്റെ ഫസ്റ്റ് അത് സ്ട്രക്ചർ അനാലിസിസ് 1 നിങ്ങൾ പഠിക്കുന്നതാണ് ഈ സ്ലോപ്പും ഡിഫ്ലക്ഷനൊക്കെ കണ്ടുപിടിക്കാനും അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാനും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ചാപ്റ്ററിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ എ ബി എന്ന് പറഞ്ഞ ഈ ഒരു എ ബി എന്ന് പറയുന്ന എൻ്റെ ഒരു ബീമുണ്ട്. അതിൽ ഞാൻ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഒരു സെക്ഷൻ എടുക്കുക, ആ സെക്ഷൻ വരെയും അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ഉള്ള ഫോഴ്സസ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുന്നതാണ് എളുപ്പം, കാരണം ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കിവിടെ വി എന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, അതേ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ വി ഇൻറ്റു എക്സ് ആണെന്ന് പറയുന്ന അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വരുമ്പോൾ എന്താവും, ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു L/2 ആണെങ്കിൽ എന്ത് വരും, വി ഇൻറ്റു L/2 എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് വരും, വി ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, L ആണ് ആണല്ലോ. സോ അതാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ വി ഇൻറ്റു L അതാണ് അവിടുത്തെ മൊമെൻറ്റ്. പക്ഷേ നമ്മളിത് വരയ്ക്കാൻ പറഞ്ഞത് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആണോ, അല്ല, M/EI ഡയഗ്രമാണ് നമ്മുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ M/EI ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇതിനെന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ EI എന്നും കൂടി എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി സപ്പോസ് ഇതിൽ മാറ്റം വരും എപ്പോഴാണ്, ഈ ഒരു ബീമെന്ന് പറയുന്നത് ഇങ്ങനെ തന്നേക്കുവാണ്, അതായത് ഇവിടെയൊക്കെ 2I ഇവിടെ ഈ ഒരു സെക്ഷനിൽ I ആണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നൊക്കെ പറഞ്ഞ് തരുവാണെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ ചേഞ്ച് വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ തൽക്കാലം VL/EI എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമ്മളിവിടെ M/EI ഡയഗ്രാം വരച്ചു. മൊമെൻ്റ് എടുക്കാൻ അറിഞ്ഞണം, മൊമെൻ്റ് എത്രയാണ്, നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് വി ഇൻറ്റു L ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. സോ വി ഇൻറ്റു L ഡിവൈഡഡ് ബൈ EI എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ കോൺജുഗേറ്റ് ബീം വരയ്ക്കണം. കോൺജുഗേറ്റ് ബീം എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ബീമാണ്. അതിൻ്റെ സപ്പോർട്ടെന്ന് പറഞ്ഞത് A' B' ആയിരിക്കും. അതായത് ഈ ഒരു ഇമാജിനറി ബീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ വരുന്ന ലോഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒറിജിനൽ ബീമിൻ്റെ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ബീം, അതിൻ്റെ M/EI ഡയഗ്രാം നമ്മൾ വരച്ചല്ലോ. ഈ M/EI ഡയഗ്രത്തിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി ലോഡായിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് അതിൻ്റെ ലോഡിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ലോഡിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, യൂണിഫോമിലി വേരിയിങ് ലോഡാണ്.
UDL അതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇങ്ങനെ ട്രയാങ്കുലർ രീതിയിൽ വരുന്നതാണെന്ന് UVL, യൂണിഫോംലി വേരിയിങ് ലോഡ്. നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് UDL ആണ്, ആൻഡ് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ പോയിൻ്റ് ലോഡാണ്. ഓക്കെ, ഇതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മളിവിടെ M/E ഡയഗ്രാം എങ്ങനെയാണ് വന്നത്? ട്രയാങ്കുലർ രീതിയിലാണ് വന്നത്. സോ ആ ഒരു M/E ഡയഗ്രത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കോൺജുഗേറ്റ് ബീമിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കൊടുത്താൽ ലോഡിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈ ഒരു ബീമിൽ എന്തുണ്ടാകും, ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കോൺജുഗേറ്റ് ബീമിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഞാനിപ്പോൾ ഒരു ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഒറിജിനൽ ബീമിൻ്റെ എന്താണ് സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിച്ചാൽ ഒറിജിനൽ ബീമിൻ്റെ ഡിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒന്നുകൂടെ പറയാം, നമ്മളൊരു കോൺജുഗേറ്റ് ബീം വരയ്ക്കാനായിട്ട് വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു ബീമിൻ്റെ അതേ ലെങ്ത്തും അതേ വാല്യൂവും ഉള്ള ബീമാണ് നമ്മളിവിടെ കോൺജുഗേറ്റ് ബീമായിട്ട് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ റിയൽ ബീമിൻ്റെ ഫിക്സഡ് എൻഡ് കണ്ടീഷൻ കോൺക്രീറ്റ് ബീറ്റിൽ വരുമ്പോഴത്തേക്കും ഫ്രീ എൻഡായിട്ട് മാറും. റിയൽ ബീമിൻ്റെ ഫ്രീ എൻഡ് കണ്ടീഷൻ കോൺജുഗേറ്റ് ബീമിൽ വരുമ്പോൾ ഫിക്സഡ് എൻഡ് കണ്ടീഷനായിട്ട് മാറും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ വരയ്ക്കുന്നതിലുള്ളൂ. ഇനി അറിഞ്ഞിരിക്കേണ്ട എന്താണ്, കോൺജുഗേറ്റ് ബീമിലെ ലോഡിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു ഡയഗ്രമാണ്. ഇതിനെ ഞാൻ ഇവിടെ ലോഡായിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതാണ് എൻ്റെ ലോഡിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഈ കോൺജുഗേറ്റ് ബീമിൽ ഞാൻ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ ആ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ബീമിലെ ആ ഭാഗത്തെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും, ഒറിജിനൽ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഒറിജിനൽ മൊമെൻറ്റിൻ്റെ ഡിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ΔV1 കണ്ടുപിടിക്കണം. ΔV1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെൻറ്റ് കോൺജുഗേറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചാൽ എനിക്ക് ഒറിജിനൽ ബീമിൻ്റെ ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പം ഞാൻ എഴുതുവാണ് അപ്പോൾ ഞാൻ എഴുതുവാണ് ΔV1 എന്ന് പറയുന്നതാണ് എൻ്റെ ഒറിജിനൽ ബീമിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്താണ്, ബെൻഡിങ് മൊമെൻ്റ് ഓഫ് കോൺജുഗേറ്റ് ബീം അറ്റ് B'. കാരണം എന്താണ്, എൻ്റെ ΔV1 എന്ന് പറഞ്ഞാൽ B എന്നുള്ള എൻഡിലെ ഡിഫ്ലക്ഷനാണ്. അപ്പോൾ അത് കിട്ടാൻ എന്ത് ചെയ്യണം, കോൺജുഗേറ്റ് ബീമിൻ്റെ B' എന്ന് പറയുന്ന എൻഡിൽ ബെൻഡിങ് മൊമെൻ്റ് എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കും, ഈ ഒരു ലോഡല്ലേ ഞാനിവിടെ ഈ ഒരു M/E ഡയഗ്രത്തിനെയാണ് ഞാനിവിടെ ലോഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ ഒരു M/E ഡയഗ്രത്തിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഓക്കെ, യൂണിഫോംലി വേരിയിങ് ലോഡിനെ നമുക്കൊരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുക. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, യൂണിഫോംലി വേരിയിങ് ലോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ പോയിന്റ് ലോഡ് ആകുമ്പോൾ ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. അതേ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കുലർ പോർഷൻ്റെ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും, ഇവിടെയാണ് വരുന്നത്. സോ ഞാനിവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും, ഹാഫ് ഇൻറ്റു ബേസ് VL/EI ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്. സ്പാൻ L അല്ലേ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഫോഴ്സാണ്. ഇനി എന്ത് ചെയ്യണം, അതിന് ഈ സപ്പോർട്ടിൽ B' എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്നും ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് വേണം അല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും, നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി L/3 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2L/3 ആണ്. സോ നമുക്ക് അവിടെ എഴുതാം 2L/3, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി ഞാനിവിടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്,
ഇവിടെ ഈ എം ബൈ ഡയഗ്രത്തിൻ്റെ ഇവിടെ നമ്മളൊരു നെഗറ്റീവ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ബേസ് ലൈൻ, ഇതാണ് നമ്മുടെ ബേസ് ലൈന് മുകളിലേക്കാണ് ഞാൻ എൻ്റെ മിനിമം ഡയഗ്രാം വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവും, താഴേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. ഇവിടെ ഇപ്പോൾ എം ബൈ ഡയഗ്രത്തിൽ പോസിറ്റീവ് നെഗറ്റീവും ഡിറ്റർമിൻ ചെയ്യാൻ എം മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത് എം ബൈ ഡയഗ്രത്തിൻ്റെ മുകളിലേക്ക് നെഗറ്റീവും താഴേക്ക് പോസിറ്റീവുമാണ്. ഓക്കെ, ഇനി നെഗറ്റീവും പോസിറ്റീവും എങ്ങനെ നമുക്ക് മനസ്സിലായി? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്കുള്ള വെർട്ടിക്കൽ ഫോഴ്സിനെയാണ് നോക്കിയത്. ആ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇവിടെ വരുന്ന മൊമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെച്ചിരിക്കുക, എൻ്റെ സെക്ഷന് റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് പോസിറ്റീവ്. എന്താണ്? എൻ്റെ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് പോസിറ്റീവ്. ഓക്കെ, ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിനെ ഞാൻ മുകളിലേക്ക് വരച്ചത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി അല്ലേ? അപ്പോൾ ഇത് എന്ത് കിട്ടും? ഈക്വൽ ടു ഇത് ചെയ്യുമ്പോഴത്തേക്കും VL³ ഡിവൈഡഡ് ബൈ 3E എന്ന് കിട്ടി, EI എന്ന് കിട്ടി. ഇനി നോക്കേണ്ടത്, ഞാനിവിടെ എൻ്റെ ഫോഴ്സ്, എൻ്റെ വെർട്ടിക്കൽ ഫോഴ്സ് V എന്ന് പറയുന്ന ഫോഴ്സ് താഴേക്കാണ്, അതിന് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റും താഴോട്ടല്ലേ വന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി അഥവാ ഞാൻ എൻ്റെ ഫോഴ്സ് താഴേക്കായിരുന്നു പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നത് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതെന്താവും? നെഗറ്റീവ് ആവും. അത് ഓർത്തുകൊള്ളുക. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം? എനിക്ക് ഈ ഒരു ആംഗിൾ Δθ1 കണ്ടുപിടിക്കാം. അപ്പോൾ Δθ1 ഈക്വൽ ടു Δθ1 എന്ന് പറഞ്ഞാൽ എന്താണ്? B എന്നുള്ള പോയിന്റിലെ സ്ലോപ്പാണ് അല്ലേ? ഞാൻ അതിവിടെ മാർക്ക് ചെയ്തേക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ B എന്നുള്ള പോയിന്റിൽ സ്ലോപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ B' എന്നുള്ള കോൺജുഗേറ്റ് ബീമിൽ B' എന്നുള്ള പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് B' ഈക്വൽ ടു, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്ഷൻ ഏതാണോ എടുക്കുന്നത് ആ സെക്ഷനിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഉള്ള ടോട്ടൽ ഫോഴ്സിൻ്റെ സം, ടോട്ടൽ ട്രാൻസ്വേഴ്സ് ഫോഴ്സിൻ്റെ സം, അതാണ് ഷിയർ ഫോഴ്സ് എന്ന്. അപ്പം ഞാൻ B' എന്നുള്ള ഇതെടുക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും ഏരിയ, ഇത്രയും ഫോഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. സോ ഹാഫ് ഇൻറ്റു ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? ബേസ് VL/EI ഇൻറ്റു L എന്ന് വരും. ദാറ്റ് ഈസ് VL² 2EI എന്ന് വരും. ഇനി നമുക്ക് എന്ത് കിട്ടും? ΔH1 എന്ന് പറയാൻ കാരണം എന്താണ്? ഈ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം നമുക്കിവിടെ P എന്നുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആ Pയുടെ ഡയറക്ഷനിൽ എന്താണ് അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ ΔH1 ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും? ഇല്ല. അതെന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് കേസിൽ നമുക്ക് കിട്ടി. കേസ് 1ൽ, അതായത് വെർട്ടിക്കൽ ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എമ്മിൻ്റെയും Pയുടെയും Vയുടെയും ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? കേസ് 2 എന്ന് പറയുന്നത് കൺസിഡർ മൊമെൻറ്റ് എം എന്നുള്ള മൊമെൻറ്റിനെ മാത്രം എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ ബീം എടുത്ത് വരച്ചു. അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. AB എന്ന് പറയുന്നത് നമ്മുടെ ബീം, അതിലേക്ക് എം എന്ന് പറയുന്ന മൊമെൻറ്റ് ഇതാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എം എന്ന് പറയുന്ന മൊമെൻറ്റ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഞാൻ ΔV2 എന്നും ഇവിടുത്തെ ആംഗിളിനെ Δθ2 എന്നും എടുത്തെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം ഈ മൊമെൻറ്റ് നമ്മൾ നേരത്തെ എന്താണോ ഫോളോ ചെയ്തത് അത് തന്നെ ഇവിടെയും ഫോളോ ചെയ്യണം. അതായത് നേരത്തെ ഞാൻ വെർട്ടിക്കൽ ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയും ഫസ്റ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ΔV2 എന്ന് പറയുന്നത് ഈക്വൽ ടു, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്ത് വരും? ഇവിടെ ആദ്യം M/EI ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഒരു ക്യാൻഡോ വിത്ത് ഫ്രീ എൻഡിൽ മൊമെൻറ്റ് M ആണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ M/EI ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു അറ്റം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് M/EI ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ M/EI ഡയഗ്രാം. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് ബീം വരയ്ക്കണ്ടേ? സോ A', B' എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺജുഗേറ്റ് ബീം വരച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നോക്കേണ്ടതാണ് ഫിക്സഡ് എൻഡ്, ഫ്രീ എൻഡ് ഫിക്സഡ് എൻഡായി. ഇനി ഇതിൽ വരുന്ന ലോഡിങ് കണ്ടീഷൻ എങ്ങനെ? ഇറ്റ് ഈസ് എ യൂണിഫോം ലോഡാണ് അല്ലേ? M/EI എന്ന് പറയുന്ന ഈ ഒരു ലോഡാണ് ഇവിടെ വന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം നേരത്തെ ഞാൻ ആദ്യം ΔV1 ആണ് കണ്ടുപിടിച്ചത്, അതേപോലെ ഇവിടെ ΔV2 ഞാൻ എഴുതുന്നു. അപ്പോൾ M/EI ഡയഗ്രത്തിൻ്റെ ഈ കോൺജുഗേറ്റ് ബീമിൽ നമ്മൾ കൊടുക്കുന്ന ലോഡ്
എന്ന് പറയുന്നത് M/EI എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ലോഡിങ് കണ്ടീഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം, മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഈ M/EIയുടെ ഡയഗ്രത്തിൻ്റെ എന്ത് ചെയ്യണം, ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ M/EI ഇൻറ്റു L ചെയ്താൽ അവിടുത്തെ ഫോഴ്സായി ഇൻറ്റു അവിടെ ഏത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നത്. സോ അത് മുതൽ ഈ B' എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇറ്റ് ഈസ് L/2 ആണ്. സോ ഞാൻ എന്ത് ചെയ്ത് L/2 എന്ന് എഴുതി. സോ എനിക്ക് കിട്ടി mL² / 2EI. ഓക്കെ, ഇനി Δθ2 എഴുതുവാണ്. Δθ2 എന്ന് പറഞ്ഞതാണ് ഈ B' എന്നുള്ള ആ ഒരു കോൺജുഗേറ്റ് ബീമിൻ്റെ അവിടെയുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇതിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സസിൻ്റെ എല്ലാം സം എടുക്കുക. ദാറ്റ് ഈസ് M/EI എന്ന് പറയുന്ന ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ, അത് തന്നെയല്ലേ ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ ഫോഴ്സാണ് നമ്മൾ പറയുന്നത്. സോ ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതെന്താണ്, M/EI ഇൻറ്റു ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് M/EI ഇൻറ്റു L, ദാറ്റ് ഈസ് ML/EI എന്ന് എഴുതാം. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യണോ, P എന്നുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ ΔH2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അല്ലേ. മൊമെൻറ്റ് കാരണം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ, ഇല്ല, അതെന്ന് പറയുന്നത് 0 ആയി. ഇനി വീണ്ടും ഇനി ആകെ ഏതാണ് ബാക്കിയുള്ളത്, P എന്നുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് കൺസിഡർ ഹൊറിസോണ്ടൽ ഫോഴ്സ് P. എന്നിട്ട് ഞാൻ എൻ്റെ കാൻഡിലോ ബീം കൺസിഡർ ചെയ്തു AB. അതിലേക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് P ആക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്ത അതേ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. ഇവിടത്തെ M/EI ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എവിടെ M/EI മൊമെൻറ്റ് നോക്കിയാലും എല്ലായിടത്തും 0 അല്ലേ. കാരണം എന്താ, ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിയൽ ഫോഴ്സാണ്. അപ്പോൾ ആക്സിസിൽ കൂടി പോകുന്നത് നമുക്ക് എന്ത് വേണം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ ഇവിടെ, ഇല്ല. അതുകൊണ്ട് തന്നെ M/EI ഡയഗ്രാം ഇല്ല. അതുകൊണ്ട് അവിടെ 0 ആയിരിക്കും. M/EI ഡയഗ്രാം 0 ആണ്. ഈ M/EI ഡയഗ്രാം 0 ആയാൽ തന്നെ നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ നമുക്ക് പിക്ചറിൽ നമുക്ക് കിട്ടും P എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷനാണ് Δv3. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, വെർട്ടിക്കൽ റിയാക്ഷനാണ് ആദ്യം എഴുതുന്നത്. നമ്മൾ ഇത്രയും നേരം അങ്ങനെ തന്നെയാണ് എഴുതി വന്നത്. ഓക്കെ, അത് തന്നെ ഫോളോ ചെയ്യുക. Δv3 എന്ന് പറയുന്നത് എന്ത് വരും, 0 വരും. കാരണം ഒന്നെങ്കിലും M/EI ഡയഗ്രാം 0 എന്ന് നിങ്ങൾക്ക് എടുക്കാം. കാരണം എന്താണ്, ഇവിടെ ആക്സിയൽ പുള്ളാണ്, P ആണ് കൊടുക്കുന്നത്. അത് കാരണം അവിടെ മൊമെൻ്റ് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിലും നമുക്ക് കോമൺ സെൻസ് വെച്ച് നോക്കാം, എന്താണ്, ഒരു ആക്സിയൽ ഫോഴ്സ് P കൊടുക്കുന്ന സമയത്ത് അവിടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവോ, ഇല്ല. ഇനി Δθ3 എന്ന് പറയുന്നത് എന്ത് വരും, അതും 0 വരും. കാരണം അവിടെ സ്ലോപ്പ് ഉണ്ടാവുന്നുണ്ടോ, ഇല്ല. ഇനി ΔH3 എന്ത് വരും, ΔH3യുടെ ഇക്വേഷനാണ് നമ്മൾ തൊട്ട് മുന്നേ ആ ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതിയത്. ഇവിടെ P എന്നുള്ളൊരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ PL/AE ആണ്. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ആ ഒരു ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഒരേ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, കാരണം അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോ ഫസ്റ്റ് ഫോഴ്സിനെ മാത്രം വെച്ച് വരയ്ക്കുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് M/EI ഡയഗ്രാം വരയ്ക്കുക, കോൺജുഗേറ്റ് ബീം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ വെർട്ടിക്കലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ ആയിരിക്കണം, പിന്നെ സ്ലോപ്പ് ആയിരിക്കണം, പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ. അത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി, എല്ലായിടത്തും ഉള്ള നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും അതുപോലെ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും സ്ലോപ്പും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. റിയാക്ഷൻ അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ്സ്. ഇത് നമുക്ക് എന്താണ്, ഇതിനൊരു മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതണം. നമ്മൾ നേരത്തെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ D = F/A. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് = ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ആക്ഷൻ. അവിടെ ഞാൻ പറഞ്ഞു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഡാവാം, മൊമെൻ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഏത് ടൈപ്പ് ലോഡോ ഏത് ടൈപ്പ് മൊമെൻറ്റോ ആവാം. അപ്പോൾ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ എടുത്തേക്കുന്നത്, 3 ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുത്തേക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്, Δv, Δθ, Δh. അതേപോലെ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യണം എപ്പോഴും. ഇനി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആക്ഷൻ ഒന്ന് എഴുതാം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ഫോഴ്സ്, മൊമെൻറ്റ്, ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ എടുത്തത്. സോ അതേപോലെ എഴുതുക. ഇനി നമുക്ക് ഫ്ലെക്സിബിലിറ്റി F എഴുതണം. F എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് നമ്മൾ VL³ / 3EI എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എനിക്ക്
പ്രീവിയസ് പേജിലോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എഴുതിയ നോട്ടിൽ നോക്കുക. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സ് കാരണം അതായത് ഡെൽറ്റ V1 VL³/3EA എന്നാണ് എഴുതിയത്. അതിൽ V നമ്മളിവിടെ പുറത്തെടുത്ത് എഴുതിയിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഇനി വീണ്ടും VL³ എന്ന് എഴുതണോ? വേണ്ട, വെറുതെ L³/3EI എന്ന് എഴുതുക. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ടേമോ എഴുതാം, അല്ലെങ്കിൽ ഇവിടത്തെയോ ടേമോ എഴുതാം. ഓക്കെ, ഞാൻ ഇവിടത്തെ ടേമാണ് എഴുതുന്നതെന്ന് ചോദിക്കുക. ശ്രദ്ധിക്കണം, ഇവിടെ V വെച്ചാണ് എഴുതിയെങ്കിൽ അടുത്തിന് എന്ത് ചെയ്യണം? മൊമെൻ്റ് കാരണം വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എല്ലാം വെർട്ടിക്കലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ ഒരു റോയിൽ നമ്മൾ എഴുതുന്നത്. ഇവിടെ എഴുതുന്നതെല്ലാം സ്ലോപ്പാണ് എല്ലാം എഴുതുന്നത്. ഇവിടെ എഴുതുന്നതെല്ലാം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എഴുതുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് എന്ന് എന്താണ് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ VMP ഇങ്ങനെ എഴുതിയിടുന്നത് നന്നായിരിക്കും. അപ്പോൾ തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഏതാ എഴുതേണ്ടത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് മൊമെൻ്റ് കാരണം അവിടെ ഉണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് VL²/2EI എന്നാണ് കിട്ടിയത്. നമ്മളവിടെ V എഴുതണ്ട, L²/2EI. V എന്നല്ല, ML²/2EI എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. അത് തന്നെ അതേപോലെ എഴുതുക. M എഴുതണ്ട, L²/2EI. ഇനി അടുത്ത P എന്നുള്ള ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഉണ്ടായോ? ഇല്ല, ദാറ്റ് ഈസ് 0. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടായ സ്ലോപ്പ് എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അത് എങ്ങനെ എഴുതും? Δθ1 എത്രയായിരുന്നു നമുക്ക് വന്നത്? VL²/2EI എന്നാണ്. V എഴുതണ്ട, L²/2EI. ഇനി രണ്ടാമത്തെ ഇവിടെ എഴുതേണ്ടത് എന്താണ്? നമ്മുടെ മൊമെൻ്റ് കാരണം അവിടെ ഉണ്ടായ സ്ലോപ്പ് എത്രയാണ്? മൊമെൻ്റ് കാരണം ഉണ്ടായ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ML/EI എന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ L/EI മാത്രം എഴുതിയാൽ മതി. അവിടെ ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അവിടെ എന്തില്ല? ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ സ്ലോപ്പില്ല. ഇനി അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ വെർട്ടിക്കൽ റിയാക്ഷൻ എത്രയാണ്? 0 ആണ്. ΔV3 0 ആണ്, Δθ3 0 ആണ്, ആൻഡ് ΔH3 നമുക്കുണ്ട് PL/AE. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെന്ത് വിളിക്കും? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്നാണ് ചോദിച്ചിരുന്നത്. എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ മാത്രമായിട്ട് എടുത്തെഴുതണം, എന്നാലേ ഫൈനൽ 1 മാർക്ക് കിട്ടത്തുള്ളൂ. എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വയ്ക്കുക. അതായത് ആദ്യം എഴുതുന്നത് ΔV1, ΔV2, ΔV3, പിന്നെ Δθ1, Δθ2, Δθ3, ദെൻ ΔH1, ΔH2, ΔH3. ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പ്രോബ്ലംസ് വരുമ്പോൾ ഇതെങ്ങനെയാണ് കൂടുതൽ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.